ലോകം അവസാനിക്കാനായി, ലോകത്ത് വലിയ ആപത്തുകൾ വരാൻ പോവാണ്. പിന്നെ സ്വകാര്യമായി നടത്തുന്ന ചില സംഭാഷണങ്ങൾ, സ്വകാര്യം ഒരാൾക്ക് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ആളുകളുള്ള ഒരു ഗ്രൂപ്പിൽ വിടുന്ന ഒരു സ്വകാര്യമായ സംഭാഷണം, തികച്ചും നന്മ മാത്രം ഉദ്ദേശിച്ച് നടത്തിയ പ്രഭാഷണം. ഇത് വ്യക്തമായി ഞാൻ പറഞ്ഞു. ആ പ്രഭാഷണം കേരളം മുഴുവനും ഒരു ജൂദാസ് അതിൽ നിന്ന് ചോർത്തി. അവൻ ജൂദാസാണ്. അവൻ എന്നോട് മാപ്പ് പറഞ്ഞു. എനിക്കറിയാം ആ ജൂദാസിനെ. ഇത് സ്വകാര്യമായ സംഭാഷണങ്ങൾ പരസ്യമാക്കാൻ പാടുണ്ടോ? കേരളത്തിലെ ഇന്നത്തെ സുന്നി നേതാക്കന്മാർ, അഹാബികളും സുഹാബികളുമായ സുന്നി നേതാക്കന്മാർ അയച്ച രഹസ്യമായ മെസ്സേജുകൾ, കൊല്ലങ്ങളായി കിടക്കുന്ന രഹസ്യമായ മെസ്സേജുകൾ എത്ര എണ്ണുണ്ട് എൻ്റെ ഈ മൊബൈലിൽ നിങ്ങൾക്കറിയൂ? എത്ര എണ്ണം? ഒന്ന് ഞാൻ പുറത്താക്കിയാൽ കേരളം കത്തും. തങ്ങന്മാരെ കുറിച്ച് പറഞ്ഞത്, നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞത്, യോഗത്തെ കുറിച്ച് പറഞ്ഞത്, യോഗങ്ങളിൽ എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞത് പലതുണ്ട്. ലീഗിനെ കുറിച്ച് പറഞ്ഞത്, ലീഗ് നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞ പല നൂറുകണക്കിന് രഹസ്യ മെസ്സേജുകൾ. അതൊക്കെ മനുഷ്യന് സ്വാഭാവികമായി തൻ്റെ കൂട്ടുകാരനോട് പറയുമ്പോൾ, തൻ്റെ അടുത്തൊരു ഗ്രൂപ്പിനോ സ്വാഭാവികമായി പറയുന്നതാണ്. അത് നശിപ്പിക്കാൻ വേണ്ടി പറയല്ല, സ്വാഭാവികം. അത് ആ കൂട്ടത്തിൽ ഒരു ജൂദാസ് പുറത്താക്കുക. ഇതിനേക്കാൾ വലിയ ജൂദാസിന്റെ പണി എന്താ? ഇതൊരു മുസ്ലിം മറ്റേ മുസ്ലിംക്ക് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്കതിന്റെ കോലം കണ്ടാൽ തന്നെ അറിയൂലേ അതൊരു സ്വകാര്യ സംഭാഷണമാണ്. അതൊരാൾക്ക് കിട്ടിയാൽ നിസ്കാരത്തിന് ഇമാം നിൽക്കുന്ന, വെള്ളിയാഴ്ച പള്ളികളിൽ ഖുതുബ ഓതുന്ന, നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് ദർസ് നടത്തുന്ന തലേ കെട്ടിയ മൗലവിമാരെ നിങ്ങൾ ഇത് പരസ്യപ്പെടുത്താൻ പാടുണ്ടോ? ഇത് അവിടെ നിങ്ങൾ പറയണ്ടേ ഇതൊരു സ്വകാര്യ സംഭാഷണമാണ്, സ്റ്റോപ്പ് ചെയ്യണം പറയണ്ടേ? ഒരാൾ പറഞ്ഞോ? നിങ്ങൾക്ക് എന്ത് ദീനാ? നിങ്ങൾക്ക് എവിടെ ദീന? നിങ്ങൾ ആരെ കൊല്ലാൻ വിചാരിച്ചാലും കൊല്ലും. നിങ്ങൾക്കതാണ് ദീന്. നിങ്ങൾക്ക് എന്ത് ദീന? നിങ്ങൾക്ക് എവിടെ ദീന? നിങ്ങൾ ആരെ കൊല്ലാൻ വിചാരിച്ചാലും കൊല്ലും. നിങ്ങൾക്കതാണ് ദീന്. നിങ്ങളെ എല്ലാരും എനിക്കറിയാം, ഞാൻ പറയൂല. നൂറുകണക്കിന് രഹസ്യ മെസ്സേജുകൾ ഇതിലുണ്ട്. ഇതങ്ങോട്ട് പുറത്തായാൽ പലരും മുണ്ടും പൊക്കി ഓടേണ്ടി വരും. ഞാൻ പുറത്താക്കൂല. എന്തുകൊണ്ട്? ആ ജാതി തന്തക്ക് ഞാൻ ജനിച്ചിട്ടില്ല. എന്റെ തന്ത വേറെയാണ്. ഞാൻ ഈ ഉമ്മത്തിനെ നശിപ്പിക്കാൻ ഇറങ്ങിയതല്ല. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.